അച്ചായന്റെ ഗൗരിപ്പെണ്ണ് ലാസ്റ്റ് പാർട്ട്. വിഷ്ണു സാർ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എന്താ സാറിന്റെ ഉദ്ദേശം? താൻ ഗൗരിയുടെ ഫോൺ പൊട്ടിച്ചു കളഞ്ഞതിൽ പിന്നെ അവൾക്ക് സാറുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അവൻ കരുതിയത്. ഓടിച്ചെന്ന് അയാളുടെ കുത്തിനു പിടിച്ച് ഇറക്കി വിടേണ്ടതാണ്. പക്ഷെ അധ്യാപകനായി പോയില്ലേ? ഡെനീസ്, സാർ അവനെ നോക്കി വിളിച്ചു. എനിക്ക് അകത്തേക്ക് വരാമല്ലോ അല്ലേ? അവൻ ചെറുതായിട്ടൊന്ന് മന്ദഹസിച്ചു. സാർ അവന്റെ അനുവാദം കാക്കാതെ അകത്തേക്ക് വന്നു. അപ്പോഴേക്കും ഗൗരി അങ്ങോട്ട് വന്നു. വിഷ്ണു സാർ ആണെന്നറിഞ്ഞതും ഓടി വന്ന് അവൾ സാറിന്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എടി, ടെന്നീസ് അലറി. എന്താടി, നിനക്ക് മതിയായില്ലേ? നീ പൊയ്ക്കോ, ആരുടെ കൂടെ വേണമെങ്കിലും. പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം. ഇപ്പൊ നീ മര്യാദയ്ക്ക് മുറി കയറിപ്പോടി. ഡെന്നീസിന്റെ വാക്കുകൾ കേട്ട വിഷ്ണു സാർ അന്തിച്ചു നിൽക്കുകയാണ്. ഇതെന്തൊക്കെയാണ് താൻ പറയുന്നത് ഡെന്നീസ്? തനിക്കെന്താ വട്ടു പിടിച്ചോ? സാറിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അപ്പോഴാണ് അവരുടെ വീടിന്റെ മുറ്റത്ത് അടുത്ത ഒരു കാർ കൂടി വന്ന് നിന്നത്. അതിൽ നിന്നും ഗൗരിയുടെ അച്ഛനും അമ്മയും ചേച്ചിയും കൂടെ ഗൗരിയുടെ കൂട്ടുകാരി സൗപർണികയും ഉണ്ടായിരുന്നു. ഗൗരിയുടെ അച്ഛനെ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ പുളിക്കത്തറവാട്ടിൽ എല്ലാവർക്കും. അതുകൊണ്ട് ബാക്കി ആരെയും അവർക്ക് മനസ്സിലായില്ല. സൗപർണികയെ കണ്ട ഡെന്നീസിന്റെ മുഖം വലിഞ്ഞു മുറുകി. ഇവൾ കാരണമാണ്, ഇവളുടെ ഫോൺ വിളി കാരണമാണ് തന്റെ ജീവിതം ഇങ്ങനായത്. അച്ഛാ, ഗൗരി ഓടിച്ചെന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു. അവരെല്ലാവരും കാണുമായിരുന്നു തങ്ങളുടെ മകളെ, തന്റെ അനുജത്തിയെ, തന്റെ കൂട്ടുകാരിയെ. അവൾക്ക് വലിയ വയറും താങ്ങിപ്പിടിച്ച് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പം വല്ലതും ഉണ്ടോ അച്ഛ? അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. മറീന അവരുടെ അടുത്തേക്ക് വന്നു. അച്ഛാ, ഇത് മറീന ചേച്ചി. അവൾ പരിചയപ്പെടുത്തി. എനിക്കറിയാം കുട്ടി, ഈ കുട്ടി ഇടയ്ക്ക് വന്നായിരുന്നു എന്നെ കാണാൻ. ഞാൻ പറഞ്ഞു ഇപ്പൊ മോളെ കാണണ്ടാന്ന്, ഒന്നും അറിയിക്കണ്ടെന്നും. ഡെന്നീസിനും ബാക്കിയുള്ളവർക്കും മാത്രം ഇവർ പറയുന്നതൊന്നും മനസ്സിലായില്ല. മറീന എല്ലാവരെയും അകത്തോട്ട് ക്ഷണിച്ചു. ഞാൻ പറയാനി ബാക്കി കാര്യങ്ങൾ. സൗപർണികയാണ് പറഞ്ഞു തുടങ്ങിയത്. ഗൗരിയുമായിട്ടുള്ള നമ്പർ കൈമാറിയ ശേഷം ഞങ്ങൾ ഇടയ്ക്കൊക്കെ വിളിക്കുമായിരുന്നു. ഇവളുടെ അച്ഛനെയും അമ്മയും കുറിച്ച് അന്വേഷിക്കാൻ ഇവൾ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഇവളുടെ വീട്ടിലെ അവസ്ഥ കഷ്ടമായിരുന്നു. ഇവളോട് ആദ്യമൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും പറയാൻ തന്നെ തീരുമാനിച്ചു. ഇവൾ ഇറങ്ങിപ്പോയ അന്നു മുതൽ ഇവളുടെ അച്ഛൻ ആഹാരം കഴിക്കാതെയായി. ആരോടും മിണ്ടാട്ടമില്ല, അമ്പലത്തിൽ പോകില്ല, ആകെ വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അച്ഛൻ തലകറങ്ങി വീണു. ഹോസ്പിറ്റലിൽ എത്തിച്ചത് വിഷ്ണു സാറായിരുന്നു. സാറും അമ്മയും കൂടി ഇവരുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് വിശദമായ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവളുടെ അച്ഛൻ്റെ കിഡ്നി രണ്ടും തകരാറിലാണെന്നറിഞ്ഞത്. ഉടനെ തന്നെ കിഡ്നി മാറ്റിവെക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഇവളുടെ വീട്ടിലെ അവസ്ഥ അറിയാലോ. അങ്ങനെയുള്ള ഇവർ ഇത്രയും ഭീമമായ തുക സംഘടിപ്പിച്ച് എങ്ങനെ ശസ്ത്രക്രിയ നടത്തും? വിഷ്ണു സാർ അങ്ങനെ മുൻകൈയെടുത്ത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. അതിലൊരുപാട് ആളുകൾ സഹായം ചെയ്തു. ഇന്ത്യക്ക് വെളിയിൽ നിന്ന് പോലും സഹായം ലഭിച്ചു. പിന്നെ ആശുപത്രി അധികൃതർ പോലും ഒരുപാട് സഹായം ചെയ്തു. എല്ലാം വിഷ്ണു സാർ മുന്നിട്ടിറങ്ങിയതുകൊണ്ടാണ്. ഒരു മകനെ പോലെ സാറ് ഗൗരിയുടെ അച്ഛന് കൂട്ടായി നിന്നു. ഒരു ദിവസം ഗൗരിയെ വിളിച്ച് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൾ ആകെ വിഷമത്തിലായി. അവൾക്ക് അവളുടെ അച്ഛനു വേണ്ടി ഒരു രൂപ പോലും തന്ന് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അവൾ ഒരുപാട് കരഞ്ഞു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വരുന്നുണ്ട്, നീ എങ്ങോട്ട് വാ, ഞാൻ ഡെന്നീസിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് സംഘടിപ്പിക്കാമെന്ന്. ഞാൻ ആവുന്നത്ര പറഞ്ഞതാ വേണ്ടാന്ന്. ഇവൾ സമ്മതിച്ചില്ല. ഡെന്നീസിനോട് കുറച്ച് കഴിഞ്ഞു പറയാന്ന് ഇവൾ പറഞ്ഞു. ഇവൾ പറഞ്ഞ പ്രകാരം ഞാൻ ഹോസ്പിറ്റലിൽ വന്നു. പക്ഷെ ഇവൾ വന്നില്ല. എല്ലാവരും സൗപർണിക പറയുന്നത് കേട്ട് സ്തംഭിച്ചു നിൽക്കുവാണ്. ബാക്കി ഞാൻ പറയാം. മറീന മുൻപോട്ട് വരുന്നത് കണ്ട് എല്ലാവരും അവളെ നോക്കി. എനിക്ക് എത്ര തവണ ഗൗരിയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞാലും എൻ്റെ പാപം കഴുകിക്കളയാൻ പറ്റില്ല. അത്രയ്ക്ക് നീചമായ പ്രവൃത്തിയാണ് ഈ പാവത്തോട് ചെയ്തത്. മറീന പറഞ്ഞു തുടങ്ങി. അന്ന് ആൻഡ്രിയയുടെ നെക്ലസ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചത് ഞാനാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഗൗരിയെ പുറത്താക്കണമെന്ന് മാത്രമായിരുന്നു മനസ്സിൽ നിറയെ. ഞാൻ റൂമിൽ വരുന്നത് ഗൗരി കണ്ടായിരുന്നു. ഡെന്നീസും ടീന ചേച്ചിയും കൂടി ഇവളെ കള്ളിയാക്കിയപ്പോൾ പോലും ഇവൾ പക്ഷേ മറുത്തൊരു വാക്ക് പറഞ്ഞില്ല. എൻ്റെ പേര് വേണമെങ്കിൽ ഗൗരിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. പക്ഷെ അവൾ മിണ്ടിയില്ല. എല്ലാവരുടെയും മുമ്പിൽ ഗൗരി സ്വയം തെറ്റുകാരിയായി. പിറ്റേ ദിവസം ഞാൻ ഗൗരിയുടെ റൂമിൽ ചെന്നു. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞു.
അപ്പോഴാണ് ഗൗരി വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഗൗരി പോലും അറിയാതെ ഹോസ്പിറ്റലിൽ പോയി വിവരങ്ങൾ തിരക്കി. സൗപർണികയെ പരിചയപ്പെട്ടു. ചെന്നപ്പോഴെല്ലാം വിഷ്ണു സാർ മാത്രം അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് സാറിനെ മാത്രം പരിചയപ്പെട്ടില്ല. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് അച്ഛൻ്റെ ഓപ്പറേഷൻ വിജയിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിപ്പോൾ 2 വീക്സ് ആയതേ ഉള്ളൂ. ഗൗരിയെ കാണണമെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കരച്ചിലായതുകൊണ്ട് വന്നതാ. സൗപർണിക പറഞ്ഞു. വിഷ്ണു സാർ പാവമാണ്. ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് സാർ ഇവരെ രക്ഷിച്ചു. സാറില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അച്ഛൻ്റെ സ്ഥിതിയെന്ന് അറിയില്ലായിരുന്നു. ഗൗരിയെ ഡെന്നീസിന് ദൈവം തന്നതാണ്. കാരണം അവൾ അത്രയ്ക്ക് നല്ലൊരു പെൺകുട്ടിയാ. ഡെന്നീസ് വഴക്ക് പറഞ്ഞപ്പോൾ എല്ലാം അവൾ സ്വയം നീറിക്കഴിഞ്ഞു. എന്നിട്ടും അവൾ പാവമാണ് ഡെന്നീസ്. ഡെന്നീസിനോട് സ്നേഹം മാത്രമേ ഇവളുടെ മനസ്സിലുള്ളൂ. സൗപർണിക പറഞ്ഞു നിർത്തി. ഗൗരി ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. എല്ലാവരെയും എന്തെങ്കിലും ഒരിക്കൽ സത്യം അറിയിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്ര വേഗം എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ടീന ചേച്ചി ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ കയ്യിൽ പിടിച്ച് ഒരുപാട് കരഞ്ഞു. സാരില്ല ചേച്ചി, ചേച്ചി വിഷമിക്കണ്ട. നിങ്ങളുടെയൊക്കെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെ ചെയ്യൂ. ചേച്ചി കരയാതെ. ഗൗരി അവളെ ആശ്വസിപ്പിച്ചു. എനിക്ക് വിഷമം വന്നത് പൊന്നാമ്പലിനെ ചേച്ചി എന്നിൽ നിന്ന് അകറ്റിയതാ. അത് പറഞ്ഞപ്പോൾ ഗൗരി വിങ്ങിപ്പൊട്ടി. പിന്നെ എല്ലാവരുടെയും സങ്കടവും പരാതിയും പരിഭവവും ഒക്കെ പങ്കുവയ്ക്കലായിരുന്നു. എത്ര പെട്ടെന്നാണ് എല്ലാവരുടെയും സ്വഭാവം മാറിയത്. ഇന്നലെ വരെ കണ്ടാൽ കൂടി മിണ്ടാതിരുന്ന എല്ലാവരും ഇന്ന് ഗൗരിയെ സ്നേഹം കൊണ്ട് മൂടുന്നു. വിഷ്ണു സാറിന്റെ കല്യാണം ഉറപ്പിച്ചെന്നൊരു സന്തോഷ വാർത്തയും എല്ലാവരും കൂടി പങ്കുവച്ചു. സാറ് മാത്രം വേഗം തിരിച്ചുപോയി. ഡെന്നീസിന് മാത്രം റൂമിലോട്ട് ചെല്ലാനോ അവളോട് മിണ്ടാനോ കഴിഞ്ഞില്ല. അവളുടെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെയായിട്ട് വർത്തമാനം പറയുകയായിരുന്നു. അവർ പോകുന്നതുവരെ കാത്തിരിക്കാൻ അവൻ തയ്യാറായിരുന്നു. ഗൗരിക്ക് 9 മാസമായി. പ്രസവത്തിന് വിടുന്നൊരു ചടങ്ങുണ്ട്. അതുകൊണ്ട് ഗൗരിയെ അവളുടെ വീട്ടിലേക്ക് കുറച്ച് ദിവസത്തേക്ക് വിടാമോ എന്ന് അവളുടെ അമ്മ ഡെന്നീസിന്റെ മമ്മിയോട് ചോദിച്ചു. മകളെ പിരിഞ്ഞ് ഇത്രയും കാലം താമസിച്ചതുകൊണ്ട് അവർ തന്റെ ഭർത്താവിനോടും കൂടി അനുവാദം ചോദിച്ച് സമ്മതിച്ചു. അങ്ങനെ അവരെല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഏറെ വൈകിയിരുന്നു. ഡെന്നീസ് റൂമിലെത്തിയിട്ട് കുറച്ചു സമയമായി. പക്ഷെ ഗൗരി വന്നില്ല. ഗൗരിയെ ഇതുവരെയായിട്ടും കാണുന്നില്ലല്ലോ. അവൾ ഇതെവിടെ പോയി? ഡെന്നീസിന്റെ ക്ഷമ നശിച്ചു. ഗൗരി, അവൻ വിളിച്ചു. അവൾ അടുക്കളയിലായിരുന്നു. അപ്പോൾ അവൻ നോക്കിയപ്പോൾ പൊന്നാമ്പലിനെ എടുത്തവൾ ചോറ് കൊടുക്കുന്നുണ്ട്. പൊന്നാമ്പലിന്റെ 2 കാലും ഗൗരിയുടെ വയറിലാണ്. അവൾ നിർബന്ധിച്ച് കുഞ്ഞിന് ചോറ് കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞ് അവളെ ചവിട്ടുന്നുണ്ട്. ഗൗരി, നീ ഇതെന്ത് ചെയ്യുവാ? രാജമേച്ചിയുടെ കയ്യിലോട്ട് കുഞ്ഞിനെ കൊടുക്ക്. നീ വയറും വെച്ചോണ്ട്. അവൻ ദേഷ്യപ്പെട്ടു. മോളെ, ചേച്ചി പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ഇതൊന്നും. ആ കുഞ്ഞ് ചവിട്ടിയാലോ? അവർ കുഞ്ഞിനെയും കൊണ്ട് ടീനയുടെ അടുത്തേക്ക് പോയി. നീ കിടക്കാൻ വരുന്നില്ലേ? അവൻ ചോദിച്ചു. ഇല്ല, ഞാൻ വല്യമ്മച്ചിയുടെ കൂടെയാ കിടക്കുന്നത്, ഗൗരി പറഞ്ഞു. ഡെന്നീസിന്റെ മുഖം വാടി. ഡെന്നീസേട്ടൻ പോയിക്കോളൂ. ഇതും പറഞ്ഞവൾ വല്യമ്മച്ചിയുടെ റൂമിൽ കയറിപ്പോയി. ഗൗരി പിണക്കത്തിലാണെന്ന് അവന് മനസ്സിലായി. താൻ അവളെ ഒരുപാട് നോവിച്ചു. അതോർത്തപ്പോ അവന് വിഷമമായി. ഡെന്നീസ് തിരിച്ച് റൂമിലേക്ക് പോയി. വാതിൽ ചാരിയിട്ടിട്ട് അവൻ കസേരയിൽ വന്നിരുന്നു. മാതാവിന്റെ രൂപത്തെ നോക്കി അവൻ കരഞ്ഞു. തന്റെ ഗൗരിയെ ഇത്രയും ദിവസം സങ്കടപ്പെടുത്തിയതിന്, അവളെ അടിച്ചതിന്, അവളെ കള്ളിയാക്കിയതിന് എല്ലാം അവൻ മാതാവിനോട് മാപ്പ് പറഞ്ഞു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണീരൊഴുകി. കുറച്ചു കഴിഞ്ഞ് അവന്റെ തോളിൽ ഒരു കരസ്പർശം. അവൻ ഞെട്ടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഗൗരി. കണ്ണുനീരൊഴുകി അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഗൗരിക്കും വിഷമമായി. ഡെന്നീസ് അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ഒരുപാട് കരഞ്ഞു. അയ്യേ, ഡെന്നീസേട്ടൻ കരയാ? ഇത്രയുള്ളൂ ഡെന്നീസേട്ടൻ? എനിക്ക് സങ്കടമൊന്നുമില്ല. എന്റെ ഭാഗത്തല്ലേ തെറ്റ്? ഡെന്നീസേട്ടൻ കരയല്ലേ? അവൾ അവന്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് കരഞ്ഞു. ഡെന്നീസേട്ടാ, എനിക്ക് ഒരുപാട് സമയം നിൽക്കാൻ വയ്യ. കാലിൽ മസിൽ കയറുവാ. അവൾ പറഞ്ഞപ്പോൾ അവനും കട്ടിലിരുന്നു. നിന്റെ കാല് വേദനിക്കുന്നുണ്ടോ? അവളുടെ പൂവ് പോലുള്ള പാദങ്ങളെടുത്ത് മടിയിൽ വെച്ചുകൊണ്ടവൻ ചോദിച്ചു. ഇടയ്ക്കൊക്കെ ഇപ്പൊ വേദന വരുവേട്ടാ. ഞാൻ വല്യമ്മച്ചിയുടെ അടുത്ത് പോയി കുഴമ്പ് പുരട്ടി. അതാ താമസിച്ചത്. ഗൗരി എത്ര പാവമാണെന്ന് അവനോർത്തു. ഡെന്നീസിന്റെ മടിയിൽ തലവെച്ച് കിടക്കുവാണ് ഗൗരി. അവളുടെ നീണ്ട മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരിക്കുവാണവൻ. താൻ അടിച്ച് അവളുടെ കവിൾത്തടം കണ്ടപ്പോൾ അവന് ചങ്കുപൊട്ടി. കുനിഞ്ഞു വന്ന് അവളുടെ കവിളിൽ അവൻ ഒരു ചുംബനം നൽകി. വേണ്ട വേണ്ട, എന്നോടുള്ള സ്നേഹമൊക്കെ ഞാൻ അറിഞ്ഞിട്ടോ. അവൾ അവന്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് മാറി. ഗൗരി,
ടെന്നീസ് വിളിച്ചപ്പോൾ അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി. ആ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അവൻ കണ്ടു. പതിയെ പതിയെ അതൊരു പൊട്ടിക്കരച്ചിലായി മാറി. അവൻ എത്ര ആശ്വസിപ്പിച്ചിട്ടും അവൾ അടങ്ങിയില്ല. ഗൗരി, പ്ലീസ്, നമ്മുടെ കുഞ്ഞിനെയെങ്കിലും ഓർത്ത് നീ ഒന്ന് കരയാതിരിക്കെ. അവൻ അവളോട് കേണു. ടെന്നീസേട്ടൻ എന്നെ സംശയിച്ചില്ലേ? ഞാൻ ടെന്നീസേട്ടനെ വിട്ട് സാറുമായിട്ട് പോകുമെന്ന് പറഞ്ഞില്ലേ? ടെന്നീസേട്ടൻ എങ്ങനെ തോന്നി ഇതൊക്കെ പറയാൻ? ഞാൻ എൻ്റെ മരണം വരെ ടെന്നീസേട്ടൻ്റെ മാത്രമായിരിക്കും. എന്നിട്ട് എന്നെ സംശയിച്ചില്ലേ? അവൾക്കതാണ് ഏറ്റവും വിഷമം. ടെന്നീസേട്ടൻ എന്നെ അടിച്ചതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ സംശയിച്ചില്ലേ? ഗൗരിക്ക് കരച്ചിലടക്കാൻ കഴിയുന്നില്ല. എൻ്റെ പൊന്നു മോളെ, നീ ക്ഷമിക്ക്. നീ ഒന്ന് ചിന്തിച്ചു നോക്കടാ. എൻ്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്യൂ. ഇതുവരെ ഒരു മിഠായി കടലാസ് പോലും മോഷ്ടിക്കാത്ത എന്നെ ടെന്നീസേട്ടൻ കള്ളിയാക്കി. ഞാൻ അങ്ങനൊന്നും ചെയ്യില്ലേട്ടാ. അവൾ പറയുന്ന കേട്ടപ്പോൾ അവനും വീണ്ടും സങ്കടായി. എങ്ങനെ അവളെ ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയില്ല. ഗൗരി, 1000 തവണ ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു. എൻ്റെ മരണം വരെ നിന്നെ ഞാൻ നുള്ളി നോവിക്കില്ല. ഇപ്പോൾ നീ കരച്ചിൽ നിർത്ത്. അവൻ പറഞ്ഞു. അവൻ്റെ ആശ്വാസവാക്കുകളും ക്ഷമാപണവുമെല്ലാം ഒടുവിൽ ഫലം കണ്ടു. ഗൗരി ഒരു തരത്തിൽ കരച്ചിലടക്കി. എൻ്റെ ഗൗരി, നീ എന്നെ വിട്ടുപോകുമോന്നോർത്താ നീ മറന്നു കളാ. നീ എന്നോടൊന്നും പറയാത്തതുകൊണ്ടല്ലേ? ഡെന്നീസ് പറഞ്ഞു. എന്നേക്കാൾ ഈ ലോകത്തിൽ ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാ. അത് കഴിഞ്ഞേയുള്ള എല്ലാം. അപ്പോൾ നീ മറ്റൊരാളെ വിളിച്ചപ്പോൾ, അതും സാറിനെ, നിങ്ങളുടെ വിവാഹം തീരുമാനിച്ചതും എല്ലാം ഓർത്തപ്പോൾ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഗൗരിക്കും അറിയാമായിരുന്നു തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്. തനിക്ക് പേടിയായിരുന്നു ഏട്ടനോടെല്ലാം പറയാൻ. എന്നാലും തൻ്റെ ഡെന്നീസേട്ടൻ തൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറിയത് എല്ലാം മേടിച്ച് രാജമ്മ ചേച്ചി ഏൽപ്പിക്കുമായിരുന്നു. ആദ്യമായി കുഞ്ഞുമാവെ അനങ്ങിയപ്പോൾ ഡെന്നീസ് ഓടി വന്നത്, ഇന്ന് ടൗണിൽ പോയി ചേമ്പ് മേടിച്ചുകൊണ്ട് വന്നത് എല്ലാം ഓർത്തപ്പോൾ അവൾക്കും വിഷമം വന്നു. നീ വന്ന് കിടക്ക് ഗൗരി. അവൻ അവളെ പിടിച്ചുകൊണ്ടുവന്ന് കട്ടിലേക്കെടുത്തി. എനിക്ക് ഡേറ്റ് ആകും തോറും എന്തോ ഭയമാണ് ഏട്ടാ. ഡെന്നീസിന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചവൾ പറഞ്ഞു. എന്തിന്? നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട. എല്ലാം മാതാവ് കാക്കും. അവളുടെ വയറിൽ അവൻ എഴുന്നേറ്റിരുന്ന് ഒരു ഉമ്മ കൊടുത്തു. യോ, ഈ ഡെന്നീസേട്ടൻ ഉമ്മ കൊടുക്കുമ്പോ എല്ലാം കുഞ്ഞുമാവെ ആഞ്ഞു ചവിട്ടും. അവൾ ചിണുങ്ങി. ഡാ തൊമ്മ, നീ അടങ്ങിക്കിടക്ക്, അല്ലെങ്കിൽ അപ്പൻ പിണങ്ങും കേട്ടോ. ഡെന്നീസ് പറയുന്ന കേട്ട് അവൾ ചിരിച്ചു. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം രണ്ടുപേരും സന്തോഷത്തോടെ ഉറങ്ങി. അന്ന് അവർ കണ്ട കിനാക്കളിൽ മുഴുവൻ അവരുടെ വാവയോടൊപ്പമുള്ള പുതിയ ദിനങ്ങളായിരുന്നു. അവന്റെ നെഞ്ചിൽ മുഖം ചേർത്തുകൊണ്ട് പെണ്ണവൾ അവനെ കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞു വന്നിട്ട് ഡെന്നീസും അവളെ പുണർന്നിരുന്നു. ആ നെറുകയിൽ അതരം ചേർത്തുകൊണ്ട്. ശുഭം. 8 വർഷം മുന്നേ എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. അതുകൊണ്ട് ഏറെ മിസ്റ്റേക്ക് കാണും. നിങ്ങളൊക്കെ ക്ഷമിക്കണേ.